നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും നിലവിൽ അതീവ സങ്കീർണമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു വശത്ത് സുപ്രീം കോടതിയുടെ കർശനമായ നിരീക്ഷണങ്ങളും മറുവശത്ത് കർണാടക സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനങ്ങളും കമ്മീഷന്റെ പ്രവർത്തന രീതികളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. തൃശങ്കുവിൽ എന്ന പോലെ നിയമപരമായിട്ടുള്ള നൂലാമാലകൾക്കിടയിൽ പെട്ടുപോയ കമ്മീഷന് സുപ്രീം കോടതിയിൽ നിന്നും കർണാടക ഭരണകൂടത്തിൽ നിന്നും ഒരേ സമയം തിരിച്ചടികൾ നേരിടേണ്ടി വന്നു എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. വോട്ടർ പട്ടിക പുതുക്കൽ, വോട്ടിംഗ് രീതികൾ എന്നിവയിൽ സുതാര്യത ഉറപ്പാക്കണമെന്ന ശക്തമായ താക്കീതാണ് ഈ സംഭവ വികാസങ്ങൾ നൽകുന്നത്. ബംഗാളിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട SIR പ്രക്രിയയിൽ സുപ്രീം കോടതി നടത്തിയ ഇടപെടലാണ് ഇതിൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത്. ബംഗാളിലെ 1.25 കോടിയോളം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശ വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും ആശങ്കകൾക്കും വഴിതെളിച്ചിരുന്നു. ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ച കർശന നിലപാട് കമ്മീഷന്റെ വിശ്വാസ്യതയെ തന്നെ ഇവിടെ ബാധിക്കുന്ന ഒന്നാണ്. വോട്ടവകാശം എന്നത് ഒരു പൗരന്റെ അടിസ്ഥാനപരമായ അവകാശമാണെന്നും അത് ഇല്ലാതാക്കാൻ നടത്തുന്ന ഏത് നീക്കവും സുതാര്യമായിരിക്കണമെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ജനങ്ങൾക്കിടയിലുള്ള പിരിമുറുക്കം കണക്കിലെടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് ഒഴിവാക്കുന്നതിന് മുൻപ് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. മുൻപ് ബീഹാറിൽ നടന്ന SIR പ്രക്രിയയിൽ ഒറ്റ അപ്പീല് പോലും ലഭിച്ചില്ലെന്ന ജ്ഞാനേഷ് കുമാറിന്റെ വാദത്തെ കോടതി വസ്തുതകൾ നിരത്തിക്കൊണ്ട് വിമർശിക്കുകയുണ്ടായി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്ത വിവരം ബന്ധപ്പെട്ട പൗരന്മാർ അറിയാതിരുന്നത് കൊണ്ടാണ് പരാതികൾ ഉണ്ടാകാത്തതെന്ന യാഥാർത്ഥ്യം കോടതി ചൂണ്ടിക്കാട്ടി. ഇത്തരം ഒളിച്ചുകളികൾ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഗുണകരമല്ലെന്ന് നിരീക്ഷിച്ച കോടതി ഇനി മുതൽ ഓരോ വ്യക്തിക്കും വ്യക്തമായ ഇൻറ്റിമേഷൻ അഥവാ അറിയിപ്പ് നൽകണമെന്ന് നിർദ്ദേശിച്ചു. ഡിജിറ്റൽ സംവിധാനങ്ങൾ ലഭ്യമല്ലാത്ത ഉൾനാടൻ ഗ്രാമങ്ങളിലുള്ളവർക്കായിട്ട് ബ്ലോക്ക് ഓഫീസുകളിലും അതോടൊപ്പം തന്നെ വാർഡ് ഓഫീസുകളിലുമൊക്കെ തന്നെ ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണം. കൂടാതെ പരാതി നൽകുന്നവർക്ക് രേഖാമൂലമുള്ള രസീത് നൽകണമെന്നും പരാതികളിൽ കഴമ്പില്ലെന്ന് കമ്മീഷന് തോന്നിയാൽ പോലും അവർക്ക് നേരിട്ട് ഹാജരായി വാദങ്ങൾ നിരത്താൻ ഫെയർ ഹിയറിംഗ് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. സാങ്കേതികമായ പിഴവുകളെ മുൻനിർത്തി വോട്ടർമാരെ പുറന്തള്ളുന്നതിനെതിരെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അടങ്ങിയ ബെഞ്ച് ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. അക്ഷരപിശകുകളോ വയസ്സ് സംബന്ധിച്ച നിസാരമായ പൊരുത്തക്കേടുകളോ, ഉദാഹരണത്തിന് അമ്മയും മകനും തമ്മിലുള്ള കുറഞ്ഞ പ്രായവ്യത്യാസം വോട്ടവകാശം നിഷേധിക്കാനുള്ള കാരണമായി കാണരുത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഇത്തരം ഹിയറിങ്ങുകളിൽ പരാതിക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരെ സഹായിയായി കൂടെ കൂട്ടാമെന്നും കോടതി അനുവദിച്ചു. സാധാരണക്കാരുടെ വോട്ടവകാശം തട്ടിയെടുക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്ക് തടയിടാൻ ഈ ഉത്തരവ് സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. സുപ്രീം കോടതിയിൽ നിന്നുള്ള ഈ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെയാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇലക്ഷൻ കമ്മീഷന് അടുത്ത വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത്. വരാനിരിക്കുന്ന BBMP തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് പകരമായിട്ട് പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കാനുള്ള കർണാടക സർക്കാരിൻ്റെ തീരുമാനം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ GS അങ്കരീഷ് ഈ തീരുമാനം ശരിവച്ചതോടെ വോട്ടിംഗ് മെഷീനുകളുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള തർക്കങ്ങൾ വീണ്ടും സജീവമായി. വികസിത രാജ്യങ്ങളിൽ പോലും പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങുമ്പോൾ ഇന്ത്യയിൽ എന്തുകൊണ്ട് അത് സാധ്യമല്ലെന്ന ചോദ്യമാണ് കർണാടക സർക്കാർ ഉയർത്തുന്നത്. ഇത് ഡിജിറ്റൽ ഇന്ത്യയുടെ പുരോഗതിക്ക് തടസ്സമാണെന്ന BJPയുടെ വാദത്തെ നിയമപരമായി തന്നെ നേരിടാനാണ് സർക്കാരിൻ്റെ തീരുമാനം. നിലവിലത്തെ സാഹചര്യത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ വലിയൊരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പരിഹരിക്കേണ്ടതും വോട്ടിംഗ് രീതികളിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാക്കിയെടുക്കേണ്ടതും കമ്മീഷന്റെ ഉത്തരവാദിത്തമാണ്. പേപ്പർ ബാലറ്റുകൾ ഉപയോഗിക്കാനുള്ള സംസ്ഥാന കമ്മീഷനുകളുടെ സ്വതന്ത്രമായിട്ടുള്ള അധികാരത്തെ കോടതി തടഞ്ഞിട്ടില്ലാത്തതിനാൽ തന്നെ കർണാടകയുടെ തീരുമാനം അത് വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളും ഏറ്റുപിടിക്കാനുള്ള സാധ്യതയുണ്ട്. വോട്ടിംഗ് യന്ത്രങ്ങളിലുള്ള അമിത വിശ്വാസം വെടിഞ്ഞ് കൂടുതൽ സുതാര്യവും ജനകീയവുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രീതിയിലേക്ക് രാജ്യം മാറേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ അടിവരയിടുന്നത്.